മഹാഗുരുശരണം. ഇന്ന് 2025 മെയ് മാസം 26-ാം തീയതി തിങ്കളാഴ്ച ഞാൻ മൂന്നാമത്തെ വീഡിയോ ഇടുകയാണ്. ഇതിന് കാരണം പല ആൾക്കാർ പേഴ്സണലി ചോദിച്ച ഒരു വിഷയമാണ്. ഇത് വിഷയം വടയക്ഷി എന്ന് പറയുന്നതാണ്. ഈ വടയക്ഷി എന്ന് പറയുന്ന എനർജി ശാരീരികമായിട്ടുള്ള കാമം അഥവാ മൈഥുനം എന്ന പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് തിരുമേനി എന്നോട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, തിരുമേനി ഒരിടത്ത് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതര മതസ്ഥരായ ദമ്പതികൾ, അതൊരു ഉദ്ദേശം 40 വർഷമായി കാണാം. കാര്യം ഞാൻ തിരുമേനിയെ കണ്ടിട്ട് 87, അതിനു മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ ഇവരിടയ്ക്ക് കാണാൻ വന്നിരുന്നു തിരുമേനിനെ, അവരുടെ കുട്ടിയുടെ കാര്യത്തിന് കാണാൻ വന്നിരുന്നു ആ ദമ്പതികൾ. അപ്പോൾ അങ്ങനെ ആയിട്ട് അവരെങ്ങനെ വരുന്നു, അപ്പോൾ അവരിതര മതസ്ഥരായപ്പോൾ അവരിത് വിശ്വാസമുണ്ടോ എന്താണെന്നൊക്കെ തിരുമേനിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇവർ തമ്മിൽ അന്നൊന്നും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ കുറവാണ്. അതുമല്ല, ഇത് ഒരു റെപ്യൂട്ടഡ് ഫാമിലിയിലുള്ളവരാണ്. അപ്പോൾ ഇപ്പോഴും അവരുടെ വീട് ഏതാണ് എവിടെയാണെന്നെല്ലാം എനിക്കറിയാം. കാര്യം തിരുമേനിയുടെ കൂടെ അവിടെ പോയിട്ടുണ്ട്, പള്ളിപ്പുറത്തുമല്ല. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന് പെൺകുട്ടി പയ്യൻ്റെ വീട്ടിൽ നിന്ന് മാറിപ്പോകും എന്നുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവരോട് തിരുമേനി ഒരൊറ്റ കാര്യമാണ് പറഞ്ഞു, നിങ്ങൾ പിരിയാണെ പിരിഞ്ഞോളൂ, പക്ഷേ അതിനു മുമ്പ് അവസാന ചാൻസ് നോക്കാം. കാര്യം നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ, ആ ഈശ്വരൻ നിങ്ങളെ ഒരുമിപ്പിച്ചു, നിങ്ങളുടെ മതാചാരപ്രകാരം നിങ്ങൾ വിവാഹിതരായി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി നോക്കാം. അതിന് നിങ്ങൾ ഒരു 2-3 ദിവസം ഒരേ വീട്ടിൽ താമസിക്കണം, ഒരേ റൂമിൽ താമസിക്കണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരുമേനി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 ദിവസത്തേക്ക് ഒരു ദിവസം രാവിലെ ഗണപതി ഹോമത്തിൽ തുടങ്ങി. അവരുടെ വീട്ടിൽ തന്നെ അവർ സമ്മതിച്ചു. കാര്യം അന്നത്തെ കാലത്ത് ഇത്ര എല്ലാ ആളുടെയും ആരാധനാ രീതികൾ ഒരു 50 വർഷത്തിന് മുമ്പെല്ലാം എല്ലാവരും സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ വളരെയധികമായിട്ട് വർഗീയതയായി. ഇപ്പോൾ മനസ്സിലായോ? ഈശ്വരൻ എന്നുള്ള ചൈതന്യത്തെ അറിയാണ്ട് സ്വന്തം ജാതിയില്ല, ഇപ്പോൾ മതം എൻ്റെ മതം എന്നുള്ള രീതിയിലേക്ക് വന്നു. ഇതൊക്കെ കണ്ട് ദൈവം എന്ന് പറയുന്ന ശക്തി ചിരിക്കുന്നുണ്ട്. പോട്ടെ, അത് വേറൊരു വിഷയം. അപ്പോൾ നിങ്ങൾ ഒരേ വീട്ടിൽ നിന്നാൽ മതി. അപ്പോൾ 2 ബെഡ്റൂമിൽ നിന്നാൽ മതി. അപ്പോൾ ഒരു ദിവസം രാവിലെ തിരുമേനി ഗണപതി ഹോമം ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടാണ് പൂജ. ദേവിയുടെ 3 ഭാവങ്ങളിലൊക്കെ ആയിട്ട് ഭഗവത് സേവയാണ് തിരുമേനി പ്ലാൻ ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ ദിവസം മാത്രം ഹോമം, പിന്നെ അവസാന ദിവസം എന്നാണ്ടോ ഏതോ ഒരു ഹോമം, സുദർശന മറ്റായിരുന്നു തോന്നുന്നു. കാര്യം എന്താ വെച്ചാൽ ശത്രുബാധയുണ്ടെങ്കിൽ, അപ്പോൾ ഇവർ ബിസിനസ് ചെയ്യുന്നതാണ്, നല്ലൊരു ബിസിനസ് ചെയ്യുന്ന ഫാമിലിയാണ് പയ്യൻ. ശത്രുബാധ ഉണ്ടെങ്കിൽ മാറാനായിട്ട് സുദർശന ഹോമം പ്ലാൻ ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് അതിൽ ആവാഹനം, ഇതൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അന്ന് വൈകിട്ടും ഇതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 4-ാമത്തെ ദിവസം ഇവർക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണം. ഇതാണ് ഈ ഓരോ ദിവസം പോകും തോറും 2 റൂമിലുള്ള ഇവർ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ആദ്യത്തെ ദിവസം ഒരാൾ അങ്ങോട്ട് നോക്കി, ഒരാൾ ഇങ്ങോട്ട് നോക്കിയിട്ട് അകത്ത് പോയവർ പൂജ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരേ സമയത്ത് കോഫി കുടിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ വരുന്നു. അന്നത്തെ കാലത്ത് അവർക്ക് ഡൈനിങ് ടേബിളൊക്കെ ഉള്ള സൗകര്യമുള്ള, ഡൈനിങ് റൂമൊക്കെ ഉള്ള അത്രയ്ക്ക് സൗകര്യമുള്ള വീടാണ്. വരുന്നു, ഉറങ്ങാൻ ശരിയായോ ഇതാണെന്നൊക്കെ ചോദിക്കും. കുശല പ്രശ്നങ്ങൾ നടക്കുന്നു. തിരുമേനി പറഞ്ഞത് കേൾക്കാൻ ഭയങ്കര രസമാണ്. ഇങ്ങനെ വന്ന് 3-ാമത്തെ ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം രാവിലെ ആയപ്പോൾ പിന്നെ അവർ തീരുമാനിച്ചത്, ഇനി ഇതെന്തിനാണ്, നമ്മൾ 3 ദിവസം ഏതായാലും നല്ല രീതിയിൽ നമ്മൾ അറിഞ്ഞു ഇത് ചെയ്തു, എന്നാൽ 2 റൂമിലാണ് ഈ 3 ദിവസവും കിടക്കണത്. അത് ശരിക്ക് എന്താണ്, കാമുകന്മാരെന്നുള്ള രീതിയിൽ അവരിൽ ആകർഷണം വന്നു പരസ്പരം. അപ്പോൾ അതിന് യൂസ് ചെയ്ത ടൂള് വടയക്ഷിയാണ്. അപ്പോൾ ഈ വടയക്ഷി എന്ന് പറയുന്നത് മൈഥുനം, ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഇതുണ്ടാക്കുന്നതാണ്. എന്താണ് അതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ കാമദേവൻ ശിവനെ ഇത് ചെയ്തു, ശിവൻ മലരമ്പൻ എന്ന് പറഞ്ഞാൽ എന്തോ പാട്ടൊക്കെ ഇല്ലേ, അവ ശിവനെ ഇത് മലരമ്പ ചെയ്തു, ശിവൻ്റെ എന്തോ തപസ്സിനെ ഇത് ചെയ്തുകൊണ്ട് ശിവൻ ദഹിപ്പിച്ചു, കാമദേവനെ ദഹിപ്പിച്ചു, ഭൂമിയിൽ സൃഷ്ടി ഉണ്ടായില്ല, പിന്നെ ദേവന്മാർ ഇതൊക്കെ ചെയ്തിട്ട് കാമദേവനെ ഇത് ചെയ്ത് എന്തോ ഒക്കെ ഒരു വിശ്വാസമുണ്ടല്ലോ. അപ്പോൾ ഈ ടൂള് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. മനസ്സിലായോ? ഇതിൽ ഞാൻ വേറൊന്ന് യൂസ് ചെയ്ത് എനിക്കറിയുന്ന ഒരു വ്യക്തി,
രണ്ട് പേരിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് ഉപദേശം കൊടുത്തും ഒരാൾക്ക് വേറൊരു സാധനം കൊടുത്തും പ്രസാദമായിട്ടൊരു സാധനം കൊടുത്തും യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പിന്നെ പറയും. അത് ഞാൻ ആ സമയത്ത് ഞാൻ വിവാഹിതം പോലുമല്ല. ഇപ്പോൾ അവർക്ക് 65 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്, രണ്ടുപേരും ഉണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ ചിരി വരും. അപ്പം ഇതാണ് ടൂൾ. അപ്പോൾ ഇത് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിപ്പിരിക്കാനും ഇത് യൂസ് ചെയ്യും. മനസ്സിലായി? ഇപ്പോൾ ആറ്റം ബോംബ് എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കുറേ കണ്ടുപിടുത്തങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ ആറ്റം എന്ന് പറയുന്ന ആ ഒരു വസ്തുവിനെ അദ്ദേഹം കണ്ടെത്തിയെന്നും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സാങ്കേതികമായിട്ട് തെറ്റുകളുണ്ടെങ്കിൽ ആർക്കെങ്കിലും കമൻറ്റിൽ തിരുത്താൻ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് തന്നെ മനുഷ്യരാശിയുടെ കുലം മുടിക്കുന്ന ഒരു പരിവർത്തനത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നും പറയുന്ന പോലെ ഈ ടൂള് ആര് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നിരിക്കും. ഒരു കുടുംബ പ്രശ്നമുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ ഇണപ്പിക്കാൻ ഈ കാമദേവൻ്റെ ഒരു മലരമ്പിലെ ഒന്നായ വടയക്ഷിനെ യൂസ് ചെയ്യും. മനസ്സിലായി? ഇനി കാമദേവൻ്റെ മലരമ്പിലെ ഒന്നാണ് വടയക്ഷി എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ പ്രമാണങ്ങളൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഗുരു യൂസ് ചെയ്തതും അതെങ്ങനെ യൂസ് ചെയ്യാന്നിട്ട് തന്ത്രപൂർവ്വം ഞാൻ പഠിച്ചെടുത്തതായിട്ട് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പലരിലും എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ദാമ്പത്യ ബന്ധം ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഇത് ആർക്കെങ്കിലും വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇവരാരെങ്കിലും പോയിട്ട് മന്ത്രവാദം ചെയ്യുന്നവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് ഈ വടയക്ഷി എന്ന് പറയുന്ന ഇതിനെ ഇവരിലേക്ക് ആരെയിലേക്കും വിടും. അപ്പോൾ ഇവരുടെ ദാമ്പത്യ ബന്ധത്തിൽ പൊരുത്തക്കേടുകൾ വരും. പൊരുത്തം ഉണ്ടാക്കാനും പൊരുത്തക്കേടുകൾ ഉണ്ടാക്കാനും ഒരേ ഇതിന് കഴിയും. അതെങ്ങനെ ഏതാണെന്ന് അത് ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിക്കുക. അങ്ങനെ മനസ്സിലായി? ഞാൻ പോസിറ്റീവായ കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഭർത്താവ് വരുമ്പോൾ ഭാര്യ പലവിധ ചേഷ്ടകൾ കാണിക്കുക, അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് വരുമ്പോൾ ഭർത്താവ് മദ്യപിച്ച് പല രീതിയിൽ ബലാത്കാരത്തിൽ ഏർപ്പെടുക. മനസ്സിലായി? ബലാത്കാരത്തിൽ ഏർപ്പെട്ടിട്ട് ഈ ഭാര്യയ്ക്ക് അരോചകമായിട്ട് അങ്ങനെ പിരിയുക. ഈ രണ്ട് വിധത്തിൽ ഇത് വർക്ക് ചെയ്യും. ഭർത്താവിലെ ഈ വടയക്ഷി പ്രയോഗം നടത്തിയിരിക്കുന്ന സങ്കല്പം ചിലപ്പോൾ മദ്യപാനത്തിലോ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇതങ്ങ് ചെയ്ത് കഴിയുമ്പോൾ പുള്ളിയിലുള്ള വടയക്ഷി, അപ്പോൾ യക്ഷി എന്നുള്ളത് സ്ത്രീയല്ലേ എന്ന് ചോദിക്കും. വടയക്ഷി എന്ന് പറയുന്ന എനർജി അല്ലേ, ആ എനർജി ഏത് രൂപത്തിലേക്ക് ഏത് ആളിലേക്ക് പോകുന്നോ ആ ആളുടെ നൈസർഗിക സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. വടയക്ഷി എന്ന് പറഞ്ഞ് പുരുഷന് പോയി സ്ത്രീയുടെ ഇത് വികാരം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ പോയിട്ട് അതിൻ്റെതായ പ്രവർത്തനം ആക്റ്റീവാക്കും. ഇപ്പോൾ മദ്യപാനി അല്ലെങ്കിൽ പോലും ചിലരിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? പക്ഷെ അവർ ഭയങ്കരമായിട്ട് ആസക്തി ഉണ്ടാക്കും, ഭയങ്കരമായിട്ട് ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ ഇത് ചെയ്ത് ദാമ്പത്യ ബന്ധത്തിൽ ഒലച്ചിലുകൾ വരും. മനസ്സിലായോ? അപ്പോൾ അതിനൊക്കെ ഇത് യൂസ് ചെയ്യുന്നത്, ഇത് വരുന്നത് സ്ത്രീ പുരുഷ സംയോഗത്തിൽ ഉള്ള ആ എനർജിയുടെ ഇതാണ് വടയക്ഷി എന്ന് പച്ചയ്ക്ക് പറയാം. മനസ്സിലായോ? ഇതിൽ കൂടുതലൊന്നും വിവരിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ ഇതിനെ പല രീതിയിൽ യൂസ് ചെയ്യുന്നത് കുടുംബകലഹങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് വടയക്ഷി. ഇത് ഞാൻ പറയാൻ കാര്യം, പല ആൾക്കാർ എന്നെ വിളിച്ചു. ഇതിൽ ചിലരുടെ കാര്യത്തിൽ ഇപ്പോൾ ചിലർക്ക് വിവാഹം കഴിക്കണമെന്നുണ്ടെന്ന് വെച്ചു. അപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും ഇവർ വിവാഹം കഴിക്കേണ്ട, ഇവരുടെ സ്വത്ത് നമുക്ക് അടുക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു തരത്തിലും പെണ്ണിഷ്ടപ്പെടാത്ത രീതിയിൽ ബ്ലാക്ക് മാജിക് ആക്കും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് പെണ്ണിഷ്ടപ്പെടും, ഇവരുടെ സങ്കല്പത്തിൽ ഒരു പെണ്ണുണ്ടാകും. ഇത് ഇവരുടെ മനസ്സിലേക്ക് മൈൻഡിലേക്ക് വരും. ഈ പ്രയോഗങ്ങളൊക്കെ വരുന്ന മൈൻഡിലാണ്. ഇത് മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ മനസ്സിൽ ആ ഒരു രൂപമുണ്ട്, ഒരു സ്ത്രീയുടെ രൂപവും ഭാവവും ഇവരിലുണ്ട്. ഈ ഭാവവും രൂപവും വെച്ചിട്ട് ആണ് ഇവരുടെ അളവുകോല്. ഇവർ പെൺകുട്ടികൾ അത് കണ്ടെത്താൻ സാധിക്കില്ല. വിവാഹം ഇങ്ങനെ നീണ്ടുപോകും, ഇതാവും. അവിടെയും യൂസ് ചെയ്യുന്ന ടൂൾ ഇതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പല ആൾക്കാർ സ്ത്രീകളും വിളിച്ച് പുരുഷന്മാരും വിളിച്ചിട്ട് അവർ പറയുന്ന അവരിൽ സാറേ ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ അനുഭവങ്ങളിലൂടെ പോകുന്നത്, അത് ദാമ്പത്യ ബന്ധത്തിലുള്ള ആൾക്കാർ പോലും മനസ്സിലായി, അതിലേക്ക് തൃപ്തി കിട്ടാണ്ട് വരിക, പിന്നെ ഇത് വരിക, അപ്പോൾ പങ്കാളിക്ക് അതിനോട് യോജിക്കാൻ പറ്റാണ്ട് വരിക, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ ഇവർ നോക്കുമ്പോൾ ഇപ്പോൾ സാധാരണ പഴമക്കാർ പറയാറുണ്ടല്ലേ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എങ്ങനെ തലതല്ലി ചാകാൻ പോയാലും ഒരു രാത്രി കൊണ്ട് തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ട്. ഓർമ്മ കാണും, ഒരു
50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ ഒരു പഴഞ്ചൊല്ല് ഓർമ്മ കാണും. പക്ഷേ അവിടെയും ഈ ഒരു എനർജി വർക്ക് ചെയ്യും. ദാമ്പത്യ ബന്ധത്തിൽ ചിലരെ യൂസ് ചെയ്യാനായിട്ടൊക്കെ ഈ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് തിരിച്ചടി ഉറപ്പാണ്. അത് പറയാം. ഈ വടേഷി എന്ന് പറയുന്നത് യൂസ് ചെയ്താൽ തിരിച്ചടി ഉറപ്പാണ്. സാത്വികമായിട്ടല്ലാണ്ട് യൂസ് ചെയ്യരുത്. ഒരു കുടുംബം ഇത് ചെയ്യാനായിട്ട് അവർ സന്തോഷത്തോടെ ഏത് എനർജീസും ആഗ്രഹിക്കുന്നത് സന്തോഷമായിട്ടിരിക്കാനാണ്. മനസ്സിലായി? എപ്പോഴും മനസ്സിലാക്കുക. ഏത് ദേവതയാകട്ടെ, യക്ഷിയാകട്ടെ, ചാത്തനാകട്ടെ, മറുതയാകട്ടെ, ഏതും ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടെ ഇരിക്കാനാണ്. അതല്ലാത്ത രീതിയിൽ ഇവരെ പ്രകോപിപ്പിച്ചിട്ട് ആ എനർജിയെ യൂസ് ചെയ്താൽ അത് 100 ടൈംസ് ആയിട്ട് റിട്ടേൺ അടിക്കും. പ്രതിവിധി പോലും ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ 1-2 പേര് വിവാഹം കഴിക്കാനായിട്ട് അവരിൽ ആ മൃദുല വികാരങ്ങൾ ഉണർത്താനായിട്ട് വടയക്ഷിയുടെ ആ എനർജി യൂസ് ചെയ്യും. ആ എനർജി എന്നൊക്കെ ഇപ്പം ഞാൻ പറയുന്നു സാന്നിധ്യം, അതെങ്ങനെ ചെയ്യണം എന്താണെന്നൊക്കെ ഉള്ളത് അറിയാം. ഇത് വേറൊന്ന് പറയാം. ഒരു കാര്യത്തിൽ ഒരു ഭാര്യാഭർത്ത് അവർ പ്രൊഫഷണലാണ്, ഭർത്താവ് പ്രൊഫഷണൽ ചെയ്തുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ മദ്യപിക്കും, ഇത് ചെയ്യും, പല രീതിയിലാണ്. ഭാര്യയോട് സംശയം, അങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പോൾ ഇദ്ദേഹം വിശേഷ ദിവസങ്ങളിലൊക്കെ മദ്യപിക്കും. ഓണം, വിഷു, ന്യൂ ഇയർ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ മദ്യപിക്കും. എന്ന് പറഞ്ഞാൽ വലിപ്പം ആത്മീയമായിട്ട് പുണ്യദിനങ്ങളാണല്ലോ ഓണം, വിഷു. അന്നും ഇദ്ദേഹം പിപ്പിരിയായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, അതൊക്കെ എനിക്ക് 20 വയസ്സുള്ളപ്പോഴാണ് ഈ സംഭവം. ഇങ്ങനെയാണ് മോനെ, ഇതെങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റുമോ? ഒന്നും വേണ്ട, ഇദ്ദേഹം ഓണത്തിൻ്റെ അന്ന് വീട്ടിൽ മതി. വീട്ടിൽ മതി. ഇദ്ദേഹം പോയി കൂട്ടുകാരുടെ അടുത്ത് പോയി കുടിച്ച് ഇത് മതോമത്തരായിട്ട് 4 കാലയിലാണ് വരുന്നത്. ഓണം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഉണ്ണാൻ പറ്റുന്നില്ല, എത്രയോ വർഷങ്ങളായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഇത് ചെയ്യാം. പക്ഷേ അദ്ദേഹം അന്ന് കുടിക്കുന്നത് സദ്യ ഉണ്ണാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരികയില്ല, കഞ്ഞിയായിരിക്കും കുടിക്കണത്. സമ്മതമാണോ എന്ന് ചോദിച്ചു. സമ്മതമാണെന്ന് പറഞ്ഞു. നമ്മളിത് ചെയ്തു. അപ്പോൾ ഇത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വന്നപ്പോഴത്തേക്ക് മുമ്പത്തെ ദിവസം ഇദ്ദേഹത്തിന് പുറത്തു പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഭാര്യയോട് ഭയങ്കര ആസക്തി ഇരുന്ന രീതിയിൽ എനർജി ഇത് ചെയ്തിട്ട് അപ്പോൾ ഈ എനർജി അത് ചെയ്ത് കഴിയുമ്പോൾ ഓവർ നമ്മുടെ സ്ട്രെയിൻ വരുമ്പോൾ, എന്തുവാകട്ടെ, ഓവർ സ്ട്രെയിൻ വരുമ്പോൾ നമ്മുടെ ശരീരം ചെറുതായിട്ട് പനിയുടെ കോള് കാണിക്കും, അല്ലേ? പനിക്കോള് കാണിക്കും. ഈ പനിക്കോള് കാണിച്ച് പിറ്റേ ദിവസം രാവിലെ പുള്ളിക്ക് പണിക്കോള്, നാക്കിന് സ്വാദില്ല, ഇതില്ല, എനിക്ക് ചായ രാവിലെ ബ്രെഡ് മതി, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കഞ്ഞിയും ബാക്കിയുള്ള സുഭിക്ഷമായിട്ട് ഇത് ചെയ്യാമെന്ന് വെച്ചപ്പോൾ എല്ലാം ഉണ്ടാക്കി. ഇദ്ദേഹത്തിന് കഞ്ഞി ഉണ്ടാക്കി. ഇദ്ദേഹം കഞ്ഞി കുടിച്ചു. ഇതൊക്കെ തൊട്ട് നോക്കി. പക്ഷേ ഇദ്ദേഹത്തിന് പിന്നെ ഒരു 3-4 ദിവസത്തേക്ക് 4ാം ഓണം കഴിയുന്നവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇതൊരു സത്യമായിട്ടുള്ളൊരു സംഭവം. 89-ലോ 90-ലോ നടന്ന സംഭവമാണ്. ഇതിൽ പറയുന്ന ആൾക്കാർ ഇപ്പോൾ ഉണ്ടോ എന്നെനിക്കറിയില്ല. ജീവനോടെ ഉണ്ടോ, അതല്ല ജീവനോടെ അവരുടെ കാലം കഴിഞ്ഞോ എന്താണെന്നറിയില്ല. കാര്യം അന്ന് തന്നെ 60 വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ളവരാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെ അദ്ദേഹത്തിന് 60 വയസ്സിൻ്റെ അടുത്ത് പ്രായം, ഈ പറഞ്ഞ ആ ചേച്ചിക്ക് 50 വയസ്സിൻ്റെ അടുത്തൊക്കെ പ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല കാര്യത്തിൽ ഈ എനർജി യൂസ് ചെയ്യും. വടയക്ഷി എന്നുള്ളതാണ് പലരും പല അനുഭവങ്ങൾ പറയുന്നത്. ചിലരെ അനാവശ്യമായിട്ട് സ്വാധീനിക്കാൻ ഈ എനർജിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാമ്പത്യ ബന്ധം ഒരു തരത്തിലും ഇതാകാണ്ടിരിക്കാനും അങ്ങനെ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇതുണ്ടെന്ന് വെച്ചു, പക്ഷേ ഭർത്താവ് അടുത്തേക്ക് വരുമ്പോൾ ഭാര്യയ്ക്ക് അത് ഭയങ്കരമായിട്ട് റേപ്പ് ചെയ്യുന്ന പോലെ അനുഭവങ്ങൾ വരുന്ന രീതിയിൽ ലോക്ക് ചെയ്ത് ചിലർക്ക് വെക്കും. ഇതൊക്കെ എങ്ങനെയെങ്കിലും ഇവർ തമ്മിൽ അകന്നു പോകണം എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇവരുടെ ദൈവാധീനം ഇതും കൊണ്ട് ഭാര്യ ആ ഒരു തലത്തിലേക്ക് എത്തുന്നില്ലെങ്കിലും ആ ഭർത്താവിൻ്റെ ഇത് വന്നിട്ട് ഇവർ അതിൽ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് ഒരുമിച്ച് ജീവിക്കുന്ന കേസുകളും കാണും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയും പച്ചയ്ക്കൊക്കെ പറയാനേ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ചില കാര്യങ്ങളിൽ ഇപ്പോൾ കുട്ടികളുടെ വിവാഹം നടക്കാൻ, അവർക്ക് അനുയോജ്യമായ വധൂവരന്മാർ കിട്ടാനും ഒക്കെ ഈ എനർജീനെ യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് ഇതിൽ. അതൊക്കെ യൂസ് ചെയ്യുന്ന തലങ്ങൾ വേറെയാണ്. പക്ഷേ എല്ലാവരും വിചാരിക്കണം ഞങ്ങളുടെ ഒരു ജാതകം നോക്കിയിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയൂ, അതിന് പരിഹാരം പറയൂ, ഏതമ്പലത്തിൽ എന്ത് വഴിപാട് ചെയ്യണം എന്ന് പറയൂ എന്ന് പറഞ്ഞാണ് പലരും എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ആ ഒരു തലത്തിലേക്കായി നമ്മുടെ ചിന്തകൾ. നമ്മളെ സഹായിക്കാൻ എന്തൊക്കെയോ ഇതുണ്ടെന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കുന്നില്ല ആൾക്കാർ. തൽക്കാലം വടയക്ഷിയെക്കുറിച്ച് ഇത് മാത്രം ഞാൻ പറയാം. ഇത്രയും മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. പക്ഷേ എല്ലാത്തിനും പ്രതിവിധിയുണ്ട്.
ഗോഡ് ഈസ് ഗ്രേറ്റ്. അപ്പോൾ എൻ്റെ എല്ലാ ഗുരുപരമ്പരകൾ, ഉപാസനാമൂർത്തികൾ ഈ അറിവുകൾ പകർന്നു തരുന്ന മെഡിറ്റേഷനിലൂടെ, ധ്യാനത്തിലൂടെ, അല്ലെങ്കിൽ മറ്റുള്ള ഇതിലൂടെ ഈ അറിവ് പകർന്നു തരുന്ന ആ പരാശക്തിക്ക് മുമ്പിൽ, പരമാത്മാവിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരണമെന്നും, സകുടുംബം നല്ല ജീവിതം, സന്തോഷം, കുടുംബത്തിൽ ശാന്തി, സമാധാനം, സമൃദ്ധി, ഐക്യമത്യമെന്നും ഒക്കെ വരണമെന്നും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ആൾ. താങ്ക് യു ആൾ. അതോടൊപ്പം തന്നെ മിസ്റ്റർ അജിത് ജി, അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഈ വടയേഷി ഇത് പറയാനായിട്ട് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറയാൻ സാധിച്ചത് നിമിത്തമായത് അദ്ദേഹം കൊടുത്ത ആ വീഡിയോ, അദ്ദേഹം ഇട്ട ആ വീഡിയോയാണ്. അന്നത്തെ ആ ഒരു എക്സോസിസത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വീഡിയോയാണ്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഇവർ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്, തിരുവഴയിൽ പോയിട്ട് ശബ്ദിച്ചിട്ടുണ്ട്, സൈക്കോളജിക്കലി ഇവർ കൗൺസിലിംഗ് പോയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. സ്വന്തം ചില ഹീലിംഗ് പ്രക്രിയകൾ പഠിച്ചിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഇതൊഴിഞ്ഞു നിൽക്കും. ഇതിൻ്റെ പവർ അതാണ്. ഈ വടയേഷി എന്ന് പറയണതിൻ്റെ പവർ അതാണ്. മനസ്സിലായി? ഒരാൾ എന്തിനു പറഞ്ഞു വിട്ടോ ആ കാര്യം ഇത് ചെയ്യും. പക്ഷേ തിരിച്ചു വരും. വേതാളം പോലെയാണ്. മനസ്സിലായി? തിരിച്ച് അതെപ്പോൾ കിട്ടും എന്നുള്ളത് കണ്ടറിയണം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ആൾ.